ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നീർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് കൃപയിതനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയത്തിനായി 73 സങ്കീർത്തനം 17 വാക്യം ആരംഭമായി വായിക്കുന്നു. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. പഴയ നിയമത്തിലെ ഒരു ശ്രേഷ്ഠനായ പ്രസിദ്ധനായ അനേക സങ്കീർത്തനങ്ങൾ രചിക്കുവാൻ കാരണമായ ഒരു വ്യക്തിയാണ് ആസാഫ്. ദാവീദിൻ്റെ കാലത്ത് സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യൻ, ഭക്തനായ മനുഷ്യൻ. അവനെ ഇവിടെ 73 സങ്കീർത്തനത്തിൽ അതിനെ 2 ഭാഗമായിട്ട് തിരിക്കാം. 17 വാക്യത്തിന് മുൻപുള്ള ഭാഗവും 17 ശേഷമുള്ള ഭാഗവും. എന്താണ് ഈ 2 അവന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ കാരണം? ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകും എന്ന് ഗ്രഹിച്ചു എന്നാണ് ശരിയായി വരിക. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നപ്പോഴാണ് അവരുടെ അന്തം എന്താകും എന്ന് ഗ്രഹിച്ചത്. എന്താണ് കാരണം? അതിൻ്റെ 2 വാക്യം മുതൽ 12 വാക്യം വരെ, അല്ലെങ്കിൽ 14 വാക്യം വരെ പരാതികളുടെ ഒരു പൊതിക്കെട്ട് അവൻ അഴിച്ചെന്ന് കാണാം. എന്തു പറ്റി? ഇന്നും നമ്മൾ അനേകർ അതേപോലുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരാണ്. എന്തു പറ്റിയതിന്? ആസാവ് പറയുന്നു, 2 വാക്യം, എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ഇങ്ങനെ മറ്റുള്ളവരെ നോക്കിയിട്ട് അവരുടെ കാര്യങ്ങൾ വിവരിക്കുന്നു. എല്ലാം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? 13-14 വാക്യത്തിൽ അവനവൻ്റെ അനുഭവം പറയുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. മറ്റു വാക്കിൽ പറഞ്ഞാൽ, ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി ദൈവഭയത്തിൽ ജീവിച്ച മാതൃകയായി വിശുദ്ധിയോട് ജീവിച്ച മനുഷ്യൻ ഇപ്പോൾ അവനെ ഒരു പരാതിയുടെ പൊതിക്കെട്ടഴിക്കുകയാണ്. മറ്റുള്ളവരുടെ സൗഖ്യം കണ്ടിട്ട്, ചുരുക്കി പറഞ്ഞാൽ ഒടുവിൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അണ്ടിൽ, അതുവരെ ഞാൻ ഇടപെടാതെ ബാധിതനും ദുഃഖിതനുമായി. 14 വാക്യത്തിലുണ്ടല്ലോ, ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. അത് മാത്രമല്ല, 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുൻപിൽ മൃഗം പോലെയായിരുന്നു. അപ്പോൾ 5 വാക്യങ്ങൾ അവൻ്റെ അനുഭവം പറയുന്നു. 2 വാക്യം, എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി. 13 വാക്യത്തിൽ, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വ്യർത്ഥമത്രേ. 14 വാക്യം, ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. എന്നും രാവിലെ അസ്വസ്ഥനായി, ചിന്താഭാരമുള്ളവനായി, മനസ്സിൽ സ്വസ്ഥതയില്ലാതെ ബാധിക്കപ്പെട്ടവനായിരുന്നു എന്ന് ഈ ഭക്തൻ പറയുന്നു. എന്താണ് ഇതിന് കാരണം? അവൻ്റെ പരാജയത്തെക്കുറിച്ച് അവൻ തന്നെ പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതല്ല, അവൻ്റെ സാക്ഷ്യം തന്നെ നമുക്കൊന്ന് നോക്കാം. 1 വാക്യത്തിലെ കാര്യങ്ങൾ നോക്കിയാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ നിർമ്മലത പോയി. നിന്റെ അടുക്കൽ മൃഗം പോലെയായിരുന്നു എന്ന് 22 വാക്യത്തിൽ പറയുമ്പോൾ, 23 വാക്യത്തിൽ പറയുമ്പോൾ
ഒന്നാം വാക്യത്തിലെ നിർമ്മലത പോയല്ലോ. ഹൃദയ നരമ്പെല്ലാം പോയി, ഹൃദയം മല്ലപ്പെട്ടു. മാത്രമല്ല രണ്ടാം വാക്യത്തിൽ കാലടികൾ ഇടറി വഴുതിപ്പോയി, ഹൃദയത്തിൻ്റെ സ്ഥിരത നഷ്ടപ്പെട്ടു. 13-ാം വാക്യം നോക്കിയാൽ ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും നഷ്ടപ്പെട്ടു. 22-ഉം 21-ഉം വാക്യങ്ങൾ നോക്കിയാൽ അവൻ്റെ വിവേചന ശക്തി നഷ്ടപ്പെട്ടു. മാത്രമല്ല അവൻ ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറി. അതുമാത്രമല്ല 12-13 വാക്യങ്ങൾ വായിച്ചാൽ അവൻ്റെ താരതമ്യം, മറ്റുള്ളവരുടെ വിജയവും അവൻ്റെ പരാജയവും, അല്ലെങ്കിൽ മറ്റുള്ളവർക്കുണ്ട് അവരില്ല, അവൻ താരതമ്യപ്പെടുത്തുന്നത് കാണാം. 3-ാം വാക്യം വായിച്ചാൽ ഇപ്പോൾ അവൻ്റെ ഹൃദയം അസൂയ കൊണ്ട് നിറഞ്ഞിരിക്കുക. പുരുഷന്മാരുടെ സൗഖ്യം കണ്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അസൂയ കൊണ്ട് നിറഞ്ഞു. അത് സാധാരണ എല്ലാവർക്കും ഉള്ള രോഗമാണല്ലോ. എന്തുകൊണ്ടാണ് ഒരാൾ മറ്റൊരാളോട് അസൂയപ്പെടുന്നത്? മറ്റുള്ള ഒരാൾക്കുള്ളത് എനിക്കില്ലാതെ വരും, ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അയാളോട് അസൂയപ്പെടുന്നത്. അല്ലെങ്കിൽ എനിക്കില്ലാത്ത അവനുണ്ട്, അപ്പോൾ അവനോട് അസൂയ തോന്നി. അത് മാത്രമല്ല, ഇപ്പോൾ 13-ാം വാക്യമനുസരിച്ച് നോക്കിയാൽ സ്വയദുഃഖത്താൽ, സെൽഫ് പിറ്റി ആൽ നിറഞ്ഞു. മറ്റ് വാക്കിൽ പറഞ്ഞാൽ ഈ കുഴപ്പങ്ങളെല്ലാം അവന് സംഭവിച്ചു. മറ്റൊരാൾ അവനെക്കുറിച്ച് പറയുന്നതല്ല, അവൻ്റെ സ്വന്തം വായിൽ നിന്ന് പറയും എനിക്കിങ്ങനെയൊക്കെ ഉണ്ടായി. എന്താണ് ഇതിന് കാരണം? 23-ാം വാക്യം വായിച്ചാൽ എൻ്റെ ആദ്യ ഭാഗം, എന്നിട്ട് ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവൻ, ദൈവത്തോടൊത്തിരിക്കുന്നവൻ പറയുന്നു ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നേ, പക്ഷേ നിന്റെ മുൻപിൽ മൃഗം പോലെ അന്തരംഗം വിശ്രമിക്കുന്നു, ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നു. പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, ബുദ്ധിഹീനായി ഒന്നും അറിയാത്തവനായി ഞാൻ എൻ്റെ നാളുകൾ ചെലവഴിച്ചു. എത്ര നാൾ ചെലവഴിച്ചെന്ന് നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ ദുഃഖിതനായി, നിരാശനായി, സ്വസ്ഥതയില്ലാത്തവനായി, തെറ്റും ശരിയും തിരിച്ചറിയാൻ വയ്യാത്ത പോലെ, മൃഗത്തെ പോലെ വിവേചനാശക്തി നഷ്ടപ്പെട്ടവനായി ആ ഭക്തൻ കാണപ്പെട്ടു. എന്താണ് ഇതിന് കാരണം? നിന്റെ അടുക്കൽ ഇരിക്കുന്നു എന്ന് 23-ാം വാക്യത്തിൽ പറയുന്നു. അതന്നെ, എങ്കിലും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്ക് എങ്ങനെ കുഴപ്പമുണ്ടാകുന്നേ? നമ്മൾ അനേകർ ഇവിടെയൊക്കെ കാണും. പലപ്പോഴും ഇത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം കൂടെയാണ്. എന്താണ് കാരണം? ഇവന് പ്രശ്നം ഉണ്ടാകാൻ ഇടപെടാതെ ബാധിതനായി, സ്ഥിരത നഷ്ടപ്പെട്ട്, ഹൃദയ നിർമ്മല്യം നഷ്ടപ്പെട്ട്, ചിന്ത ഭാരവും പ്രയാസവും, ഞാൻ പ്രാർത്ഥിച്ചത് വെറുതെ, ഞാൻ ഉപവസിച്ചത് വെറുതെ, ഞാൻ കണ്ണീര് ഒഴിക്കുന്നത് വെറുതെ, ആകപ്പാട് വെറുതെ വെറുതെ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടും ഇരുന്നു എന്ന് പറയണമെങ്കിൽ രാവിലെ സ്വസ്ഥതയില്ലെന്നർത്ഥം. മറ്റു വാക്കിൽ പറഞ്ഞാൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടു. ആ അവസ്ഥയിൽ എന്താണ് ഇതിന് കാരണം? നാം ചിന്തിക്കണം. വിശ്വാസിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്ന എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ ദൈവം അല്ലെങ്കിൽ ഞാൻ വിശ്വാസി, ഞാൻ ദൈവ പൈതൽ, മറ്റു വാക്കിൽ പറഞ്ഞാൽ ഞാൻ ആരാധിക്കുന്നവൻ, ഞാൻ എനിക്ക് ആത്മീയമായിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതാ അവസ്ഥ. എന്താണ് കാരണം? 3-ാം വാക്യത്തിൽ ഒരു ഒറ്റ ചെറിയ വാക്കവിടെ ഉണ്ട്. അത് തന്നെയാണ് കാരണം. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് ഇതാ പ്രശ്നം. മറ്റു വാക്കിൽ പറഞ്ഞാൽ ദൈവം മുൻപിൽ ഇരിക്കുന്നവൻ, ദൈവ പൈതലായവൻ ദൈവത്തെ നോക്കുകയും ദൈവത്തെ കാണുകയും ദൈവത്തിൽ കൂടെ താരതമ്യം ചെയ്യുകയും വേണ്ടത്. എന്നാൽ ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു എന്ന് പറയുകയും ഇപ്പോൾ അവൻ്റെ കണ്ണ് ദുഷ്ടന്മാരിലോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കാണ്.
അല്ലെങ്കിൽ ആ താഴത്തെ 3 മുതൽ 12 വരെ ഉള്ള വാക്യങ്ങളിൽ അവൻ വിവരിക്കുന്നുണ്ടല്ലോ അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു. അവർ അഹങ്കാരത്തോട് നടക്കുന്നു, അവരുടെ കണ്ണുകൾ പുഷ്ടികൊണ്ട് ഉന്തി നിൽക്കുന്നു, സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു, ഭീഷണിയോടെ സംസാരിക്കുന്നു, അവരുടെ വായ് ആകാശത്തോളം ഉയർത്തുന്നു, ദൈവത്തെ അവർ നിന്ദിക്കുന്നു, തുച്ഛീകരിക്കുന്നു. എങ്കിലും അവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്കൊരു തരാറുമില്ല. ഇങ്ങനെ ആ നേട്ടം, അവർക്ക് നേട്ടം, അവർ വെച്ചടി കയറുന്നു. ഞാൻ പ്രാർത്ഥിച്ചും ഞാൻ താഴെ കിടക്കുന്നു, എനിക്കൊന്നുമില്ല. അവർക്കൊരു കുഴപ്പമില്ല, അവർക്ക് വിജയം മാത്രം. ഞാനോ അധോഗതിയിൽ. ഞാൻ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? എൻ്റെ കയ്യിലെ കഴുകാഞ്ഞിട്ടാണോ? ഞാൻ കുറ്റമില്ലായ്മയിൽ ജീവിക്കാഞ്ഞിട്ടാണോ? എൻ്റെ ഹൃദയത്തെ പരിശോധിച്ച് നാൾക്കുനാൾ വിശുദ്ധീകരിക്കാഞ്ഞിട്ടാണോ? ഞാൻ ഒരു കുഴപ്പവും എൻ്റെ ജീവിതത്തിൽ വരുത്തുന്നില്ല. എന്നാലും എൻ്റെ ഗതി ഒന്നും ചെയ്യാത്തവൻ തേണ്ട് കയറിപ്പോന്നു. പരാതിയുടെ പൊതിക്കട്ട. എന്താ കാരണം എന്നറിയാമോ? നോട്ടം മാറിപ്പോയി. ഇത് തന്നെയാണ് കാരണം. ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്നു പറയുന്നെങ്കിലും നോട്ടം ഇപ്പോൾ കണ്ണുകൾ മറ്റുള്ളവരുടെയൊക്കെ. ഒരിക്കൽ പത്രോസിന് പറ്റിയല്ലോ, വെള്ളത്തിൻ്റെ പുറത്ത് നടക്കാൻ കർത്താവിനെ വിളിച്ചു. കർത്താവെ, നീ ആണെങ്കിൽ ഞാനും വരുന്നു. വന്ന് കർത്താവ് പറഞ്ഞു, വെള്ളത്തിൻ്റെ മുകളിൽ നടന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് താഴ്ത്തു പോയി. എത്ര ദൂരം നടന്നെന്ന് നമുക്കറിയത്തില്ല. പടകിൽ നിന്ന് ഇറങ്ങി നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ നിലവിളിയാക്കി കേൾക്കുന്നത്. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങിയ. ഈ കാറ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. നോട്ടം മാറിപ്പോയി. ഇപ്പം കണ്ണ് കാറ്റിലോട്ടായിപ്പോയി. ഏതായാലും കർത്താവ് അടുത്തുണ്ട്. ഒരിക്കൽ എൻ്റെ ഒരു പുസ്തകത്തിൽ വായിച്ചു, കർത്താവിനോട് ഏറ്റവും അടുത്ത് നിന്നപ്പോഴാണ് അവൻ്റെ കാല് താഴോട്ട് പോയെന്ന്. നമുക്കും ഇതൊക്കെ സംഭവിക്കാം, നാം തികഞ്ഞവരല്ലല്ലോ. അപ്പോൾ പ്രശ്നം ഇതാണ്, നോട്ടം മാറിയതാണ് കുഴപ്പത്തിന് കാരണം. അപ്പോൾ താരതമ്യം തുടങ്ങി. അവർക്കും എനിക്കും ഇന്നും വചനത്തെ പൂർണ്ണമായി അനുസരിക്കാതെ ദൈവവചനത്തെ പല രീതിയിൽ ഉപയോഗിച്ച് ധനം സമ്പാദിക്കുന്ന, നേട്ടമുണ്ടാക്കുന്ന, ലോകത്തിൽ നേട്ടം കൊയ്യുന്ന വെച്ചടി കയറ്റമായ പലരെയും നമ്മുടെ മുൻപിൽ കാണാം. അത് കണ്ടിട്ട് നമ്മുടെ നോട്ടം മാറിപ്പോയാൽ കുഴപ്പമായി. ഇപ്പോൾ അവൻ്റെ വിലയിരുത്തലെല്ലാം ഭൗതികമായ കാര്യങ്ങളെ വിളിച്ചതില്ല. അവർക്ക് ഒരു കുഴപ്പമില്ല. അവർ സംസാരിച്ചാൽ കുഴപ്പമില്ല, അവർ അഹങ്കരിച്ചാൽ കുഴപ്പമില്ല, അവർ ഭീഷണി വാക്ക് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. എന്തിനും പറയുന്നു അവർ ചെയ്യുന്ന ഒന്നും കുഴപ്പമില്ല. കാരണം എന്താ? ഇവൻ്റെ നോട്ടം മാറിപ്പോയി. നിന്റെ അടുക്കൽ ഇരിക്കുന്ന പറയുന്നത്, പക്ഷേ മൃഗം പോലെയാണ്. അനേക വിശ്വാസികൾ ഇങ്ങനെ പേടിപ്പിക്കപ്പെടുന്നവർ ആത്മീയമണ്ഡലത്തിലുണ്ട്. ഒരിക്കൽ എൻ്റെ ജീവിതത്തിൻ്റെ നിസ്സാര കാര്യം പറയാം. ദൈവം എനിക്കൊരു സാഹചര്യം ഒരുക്കി വഴി തുറന്നു. ഭൗമികമായി നേട്ടം ഒന്നും ഉണ്ടാക്കില്ല, അത് എനിക്കും കർത്താവിനും അറിയത്തുള്ളൂ. പക്ഷേ ഒരു സ്റ്റേജ് മാറിയപ്പോൾ ചില വിലപിക്കാൻ തുടങ്ങി. ജോർജൂട്ടിയെ പോലും ദൈവം അനുഗ്രഹിച്ചല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞ ചില പ്രിയപ്പെട്ട വീടുകളിൽ ചെന്ന് സങ്കടം പറഞ്ഞായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ അത്രത്തോളം അഹങ്കാരിയാണെന്നും തല്ലിപ്പൊളിയാണെന്നും അങ്ങനെയുള്ള ആളിനെ ദൈവം അനുഗ്രഹിച്ചെന്നുമാണ് അപ്പോൾ പറഞ്ഞ ആൾ ഉദ്ദേശിച്ചത്. നോക്കണം, ഇത് അതുപോലെ എൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നോട്ടം മാറിപ്പോയാൽ നമ്മുടെ കാര്യം പോയി. വെറുതെ അല്ല എബ്രാഹിം കാര്യം പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കിക്കോ. അവനെ നോക്കുക. അവനിൽ നിന്ന് നോട്ടം മാറിപ്പോയാൽ നമ്മുടെ ക്രിസ്ത്യജം ആസാവ് പറഞ്ഞ പോലെയാകും. ചുരുക്കി പറഞ്ഞാൽ ഇടപെടാതെ സ്വസ്ഥതയില്ലാതെ മൃഗത്തെ പോലെ നാളുകൾ അവൻ തള്ളി നീക്കി. ഇത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പല വിശ്വാസികളും ഇങ്ങനെ ഉള്ള അവസ്ഥയിൽ എന്തു പറയുന്നു, അവർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി വരെ പോകാൻ സാധ്യതയുണ്ട്. നോട്ടം മാറിപ്പോയി, താരതമ്യം തുടങ്ങി. അവരും ഞാനും ഞാൻ ഒന്നുകൂടെ പറയുന്നു, പ്രാർത്ഥിച്ചത് വെറുതെ
ഉപവസിച്ചത് വെറുതെ, പരമാർത്ഥിയായി ജീവിച്ചത് വെറുതെ, എനിക്ക് ഒന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒട്ടനവധി വിശ്വാസികൾ ആത്മീയ മണ്ഡലത്തിലുണ്ട്. ചുരുക്കി പറഞ്ഞ അസൂയ കൊണ്ട് നിറയുന്ന, മറ്റുള്ളവർക്ക് കണ്ടില്ലേ അതും ഇതും ഒക്കെ ഉണ്ട്, എനിക്കില്ലെന്ന. ഇതൊക്കെ അവൻ പറയുമ്പോൾ അതൊന്നും എനിക്കില്ല, ഞാൻ ഇടപെടാതെ ബാധ്യനായിരുന്നു. ഉഷസ് തോറും മറ്റു വാക്കാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വസ്ഥതയില്ല. എന്താ കാരണം എന്നറിയാം? വേറൊന്നുമല്ല, നോട്ടം മാറിപ്പോയി. നോക്കേണ്ടയാളിനെ നോക്കാതെ വല്ലാത്തവരെ നോക്കി. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ അസ്വസ്ഥനായപ്പോൾ, മൃഗത്തെ പോലെ മാറിയപ്പോൾ, ഒന്നും അറിയാത്തവനായി പൊട്ടനെ പോലെ ആയപ്പോൾ പുള്ളി ഒരു കാര്യം തീരുമാനിച്ചു, ഇങ്ങനെ പോയാൽ പറ്റുകയില്ല. അതാണ് 17-ാം വാക്യത്തിൽ പറഞ്ഞ, ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന്, നമ്മുടെ ഭാഷാന്തരത്തിൽ അവരെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു എന്നാ. എന്നാൽ മറ്റ് ഇംഗ്ലീഷിലെ എല്ലാ വെർഷനും ഞാൻ നോക്കിയപ്പോൾ, POC നോക്കിയപ്പോൾ, ഞാൻ ദൈവസേനയിൽ ചെന്നപ്പോഴാണ് അത് മനസ്സിലായി. എന്താ ഗ്രഹിച്ചു? ഞാൻ ചിന്തിച്ചു ഗ്രഹിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ദൈവസേനയിൽ മടങ്ങി വന്ന് ദൈവസേന ദാസാനപ്പെട്ടപ്പോൾ, കർത്താവിന്റെ ഇരുന്ന് തന്റെ ഹൃദയത്തെ പാർന്നപ്പോൾ അവന് കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി. യഥാർത്ഥ നേട്ടം എന്താ? ചുരുക്കി പറഞ്ഞാൽ പിന്നീട് അവൻ പറയുന്ന 17-ാം വാക്യത്തിൽ 24-ാം വാക്യം മുതൽ മറ്റുള്ള 28 വരെയുള്ള വാക്യങ്ങളിൽ അവന് പറയാൻ വേറെ ചില കാര്യങ്ങളുണ്ട്. അവൻ ദൈവസനിലേക്ക് മടങ്ങിയപ്പോഴാണ് അവന് കാര്യത്തിൻ്റെ കിടപ്പ് മനസ്സിലായത്. അവരുടെ ഭാവിയും അവൻ്റെ ഭാവിയും. ദൈവസനിൽ ചെന്നപ്പോൾ കാര്യം പെട്ടിട്ട്, അല്ലെങ്കിൽ ദൈവസനിൽ വന്ന് നിൽക്കേണ്ടവണ്ണം നിന്ന് ദൈവേഷത്തിന് വഴങ്ങിയപ്പോൾ, ദൈവത്തിന് അളവുകോൽ ഉപയോഗിച്ച്, ലോകത്തിൻ്റെ അളവുകോലല്ല, ദൈവത്തിൻ്റെ അളവുകോൽ ഉപയോഗിച്ച് കാര്യം ചിന്തിച്ചപ്പോൾ അവന് കാര്യം പിടികിട്ടി. അവൻ നിൽക്കുന്ന എവിടെ? മറ്റുള്ളവർ നിൽക്കുന്ന എവിടെ? നേട്ടം ഉണ്ടാക്കിയവർ നിൽക്കുന്ന എവിടെ? അവൻ നിൽക്കുന്ന എവിടെ? ഭൗതികമായി ഉയർന്നവർ നിൽക്കുന്ന എവിടെ? അവൻ നിൽക്കുന്ന എവിടെ? അതിൻ്റെ 18, 19, 20 വാക്യങ്ങളിൽ ആസാഫ് അക്കാര്യം വ്യക്തമാക്കുന്നു. അവന് പിടികിട്ടി. വാസ്തവം പറഞ്ഞാൽ നാമും ഈ നിലയിൽ ചിന്തിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായേനെ. അവൻ ദൈവസഭയിൽ ചെന്ന് അവിടെ ഇരുന്നു. അപ്പോൾ കാര്യങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഒടുവിൽ ഞാൻ ദൈവസഭയിൽ ചെന്നപ്പോൾ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നപ്പോൾ കാര്യം ഗ്രഹിച്ചു. എന്താണ് ഗ്രഹിച്ചത്? അവരുടെ നിൽപ്പ് എവിടെ? ആദ്യം പറഞ്ഞത് എൻ്റെ കാല് വഴിയെന്ന. പക്ഷേ അവന് മനസ്സിലായി, അവരെല്ലാം ഞാനിങ്ങനെ ഭാരപ്പെട്ടപ്പോഴും നിരാശപ്പെട്ടപ്പോഴും ഞാൻ അവൻ്റെ കൈക്ക് പിടിക്കാൻ ഒരാളുണ്ട്. എന്നാൽ അവർക്ക് അങ്ങനെയല്ല, അവർ വഴിയൊഴുപ്പിലാണ് നിൽക്കുന്നത്. മാത്രമല്ല, ക്ഷണനേരം കൊണ്ട് അവർ ശൂന്യമാകുന്നു. ലോകത്തിലെ നേട്ടമെല്ലാം, ലോകത്തിൽ നേട്ടമുണ്ടാക്കിയവരെല്ലാം ദൈവം വഴിവിട്ട്, ദൈവഹിതം വിട്ട ലോകത്തിൽ എന്തെല്ലാം മാറി കൂട്ടിയാലും അതെല്ലാം ക്ഷണനേരം കൊണ്ട് ശൂന്യമാകും. അതെല്ലാം വീണുപോകും, വഴിയൊഴുപ്പിൽ നിൽക്കുന്നു, നാശത്തിൽ തള്ളിയിടുന്നു. മാത്രമല്ല, അവർ മെഴിച്ചകളാൽ അശേഷം മുടിഞ്ഞു പോരും. എല്ലാം ശൂന്യമായി. ദൈവത്തെ വിട്ടുള്ള എല്ലാ നേട്ടവും, ദൈവഹിതം വിട്ടുള്ള, ദൈവത്തെ വിട്ടുള്ളത് മാത്രമല്ല, ദൈവഹിതം വിട്ട നാം എന്ത് നേട്ടമുണ്ടാക്കിയാലും അതെല്ലാം ശൂന്യമാണെന്ന് ദൈവസ്ഥലിരിക്കാൻ ദൈവമല്ല മനസ്സിലാകും. താൽക്കാലികം, നശ്വരം, ക്ഷണികം. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നെല്ലാവരും അങ്ങോട്ടാണ് പാചകം. അങ്ങോട്ട് ഓടുക, നേട്ടം ഉണ്ടാക്കാൻ, ലോകത്തിലൊരു മേൽവിലാസം സമ്പാദിക്കാൻ. എന്നെ 4 പേർ അറിയണം. മണിമാളികകൾ, ആഡംബരങ്ങൾ, പ്രൗഢമായ ജീവിതം. ഞാൻ സാധാരണ പറയാറുള്ള പോലെ ഭൂമിയിൽ ധനവാനെ പോലെ, സ്വർഗത്തിൽ ലാസറിനെ പോലെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന
വലിയ സമൂഹമാണ് ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ കാണുന്നത്. എന്നാൽ ദൈവത്തിൽ ഒരു ഭക്തൻ അനുഭവത്തിൽ പറയുന്നു, നമുക്കൊരു വ്യക്തമായ മാതൃകയാണ്. അവൻ എൻ്റെ അനുഭവത്തോടെ പറയുന്നു, പോക്കാണ്. അയ്യോ, ഞാൻ ദൈവസ്ഥനിൽ ചെന്നിരുന്നപ്പോഴാണ് എൻ്റെ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നത്. അതുപോലെ ഞാൻ മൃഗം പോലെയായിരുന്നല്ലോ. ദൈവസന്നിധി വിട്ട് ദൈവവചനാണെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാലും കൈകളെ ശുദ്ധീകരിച്ചാലും ആകാത്ത ഒന്നിലും ഞാൻ ഇടപെട്ടില്ലെങ്കിലും അയ്യോ, ഞാൻ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ കർത്താവിനോട് അടുത്തപ്പോൾ ദൈവസന്നിധി നകന്നു പോകുന്ന അവസ്ഥയിലാണ് ഈ താരതമ്യം എല്ലാം ഉണ്ടാകുക. ഈ താരതമ്യമൊക്കെ നോട്ടമെല്ലാം മാറി. ഇപ്പം കർത്താവിലേക്കല്ല നോട്ടം, മറ്റുള്ളവരിലേക്ക്, നേട്ടമുണ്ടാക്കുന്നവരിലേക്ക്, വിജയം വരിച്ചവരിലേക്ക് നോട്ടം അങ്ങോട്ട് പോയിരിക്കുക. നമുക്ക് ചുറ്റും നോക്കിയാൽ അനേകരെ ഇതുപോലെ കാണാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ വന്ന് ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെടുമ്പോൾ കർത്താവ് അത് മാറ്റി യഥാർത്ഥമായ ചിന്ത തരുന്നു. ഇപ്പോൾ 24 വാക്യം മുതൽ അവൻ പറയുന്നത് വേറൊരു കഥയാണ്. 23 വാക്യം വരെ അവൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് 24 വാക്യത്തിൽ മുതൽ അവന് വേറൊരു കഥ പറയാനുണ്ട്. ഒടുവിൽ ദൈവസ്ഥനിൽ ചെന്നപ്പോൾ അവന് പറയാനുള്ളതാണ്, അവരുടെ ഭാവി പോലല്ല എൻ്റെ ഭാവി, അവരുടെ നാളുകൾ പോലല്ല എൻ്റെ നാള്. ദൈവത്തെ മാറ്റി നിർത്തി ദൈവഹിതം വിട്ട നേട്ടമുണ്ടാക്കി വലിയവരായി ലോകത്തിലൊരു പേര് സമ്പാദിച്ച് ലോകസുഖങ്ങളെല്ലാം അനുഭവിച്ച് അവരെല്ലാം നിമിഷ നേരം കൊണ്ട് ഭീകരതയാൽ അവർ നശിച്ചു പോകുന്നു. മാത്രമല്ല, ഉണരുമ്പോൾ സ്വപ്നത്തെ പോലെ കർത്താവെ ഉണരുമ്പോൾ അവർ രൂപത്തെ തുച്ഛീകരിക്കും. ഒന്നുമില്ല. എന്നെ വിട്ടു പോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കുമെന്ന് ദൈവം പറയുന്നത്. വാ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് ദൈവത്തെ വിടുന്ന വായിൽ കർത്താവ് കാണും. യേശുവിനെ പ്രലോഭിപ്പിച്ച് ലോകത്തിന് എല്ലാ മഹിമയും കാണിച്ച് ഇതെല്ലാം നിൻ്റേതായി തരാം, എന്നെ നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ പിശാച് അതേപോലെ ഇന്നെല്ലാ ദൈവജനത്തെയും വലിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ നേട്ടം, നമുക്കൊരു പേരുണ്ടാക്കുക, നമുക്കൊരു സ്ഥാനം ഉണ്ടാക്കുക. എന്നാൽ അവർ എവിടെയാണെന്ന്, അങ്ങനെയുള്ളവരെല്ലാം എവിടെയാണ് നിൽക്കുന്നതെന്ന് ദൈവം പറഞ്ഞ ശൂന്യമായിപ്പോയി. വഴുവഴുപ്പിൽ അവരെ തള്ളിയിടുന്നു. എന്നാൽ ഇവിടെ ഭക്തന് പറയാനുണ്ട്, ദൈവസ്ഥനിൽ മടങ്ങി വന്നപ്പോൾ, ദൈവസ്ഥനോട് അടുത്തപ്പോൾ ദൈവത്തിൻ്റെ ദൈവിക വഴികൾ ഗ്രഹിക്കാൻ അവൻ്റെ സ്ഥാനം അവൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത്, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നോക്കണം, ദൈവ പൈതലിനെ, ജീവിക്കുന്ന വിശ്വാസിയെ, ഹൃദയപരമാർത്ഥിയെ, നിർമ്മല ഹൃദയത്തെ സൂക്ഷിക്കുന്നതിനെ അവൻ ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും അവൻ്റെ വലം കൈക്ക് ഒരാൾ പിടിച്ചിട്ടുണ്ട്. ആ കരം ഒരിക്കലും ക്ഷീണിക്കുന്നതല്ല. ഈ ലോകത്തിൽ ഒരു നേട്ടവും വേണ്ട, പക്ഷേ ഒരിക്കലും വീഴാതെ സൂക്ഷിപ്പാൻ അവൻ്റെ വലങ്കരമുണ്ട്. മാത്രമല്ല, അവൻ പിന്നെ പറയുന്നത് ദൈവത്തിന് ചുരുക്കി പറഞ്ഞാൽ 17 വാക്യത്തിന് ശേഷം ദൈവസ്ഥനിൽ മടങ്ങി വന്നപ്പോൾ അവനുണ്ടായ മാറ്റങ്ങൾ കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. 1, ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ നിയന്ത്രണവും അവന് മനസ്സിലായി. മാത്രമല്ല, ദൈവത്തിൻ്റെ ആലോചന അടുത്ത പറയുന്നത് 21 വാക്യത്തിൽ, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. വലം കൈക്ക് പിടിച്ചു എന്നെ നടത്താൻ, എന്നെ ഉപദേശിക്കാൻ, എന്നെ കാക്കാൻ, എന്നെ സൂക്ഷിക്കാൻ, എന്നെ പരിപാലിക്കാൻ എല്ലാം എനിക്ക് ദൈവമുണ്ട്. മാത്രമല്ല, അടുത്ത് പറയുന്നത്, നിന്റെ ആലോചനയാൾ നീ നടത്തും. എനിക്ക് ആലോചന പറയാൻ ഒരാളുണ്ട്. അവരുടെ സ്വന്തം ആലോചനയിൽ നടക്കുന്നു. എന്നാൽ ഞാൻ ഹൃദയപരമാർത്ഥിയായതുകൊണ്ട്, എൻ്റെ കൈകളെ ശുദ്ധീകരിച്ചത്, ഹൃദയത്തെ കുറ്റമില്ലായ്മയിൽ കഴിയതുകൊണ്ട് ഇത് ഗുണമുണ്ടായി. ദൈവസന്നിധി വന്നപ്പോഴാണ് മനസ്സിലായേ, ഞാൻ അവൻ്റെ അടുക്കലിരിക്കുക മാത്രമല്ല, അവൻ എനിക്ക് ആലോചന പറഞ്ഞ് വഴി നടത്തുന്നു. അത് മാത്രമല്ല, 24 വാക്യത്തിൽ തന്നെ
ഇവിടെ അവൻ്റെ മറ്റവര് ശൂന്യതയിൽ തള്ളിയിരുന്നു എന്ന് പറഞ്ഞേച്ച് ദൈവത്തെ വിട്ടുപോകുന്ന എല്ലാവരെയും ശൂന്യതയിൽ തള്ളിയിരുന്നു എന്ന് പറഞ്ഞിട്ട് 27 വാക്യത്തിൽ അവൻ പറയുന്നു, പിന്നത്തെ മൗത്തത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. എന്നെ കൈക്ക് പിടിച്ചിരിക്കുന്ന മാത്രമല്ല, ആലോചന പറയുന്ന മാത്രമല്ല, എന്നെ അമഹത്വത്തിൽ കൊണ്ടെത്തിക്കും. അവിടെ അവിടെ ചെല്ലുന്നവരെ ആ കൈയുടെ പിടി അയത്തില്ല. എനിക്ക് എൻ്റെ അന്ത്യം എന്താ? മൗത്വത്തിലേക്ക്, തേജസ്സിലേക്ക് എന്നെ കൈക്കൊള്ളും. മാത്രമല്ല ഇപ്പോൾ അവന് പറയാനുണ്ട്, നോക്കണേ, അസൂയ കൊണ്ട് നിറഞ്ഞ ഇടപെടാതെ ബാധിതനും ആയിരുന്ന മനുഷ്യൻ ഇപ്പോൾ പറയുന്നു 25 വാക്യത്തിൽ, സ്വർഗത്തിൽ നീ കാരണം ഭൂമിയിലും നിന്നെ എല്ലാ ജനം ഒന്നും ആഗ്രഹിക്കുന്നില്ല. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന നോട്ടം തിരിഞ്ഞ് ആ തെറ്റായ നോട്ടത്തെ തിരിച്ച് കർത്താവിലേക്ക് നോക്കാൻ അവൻ ആരംഭിച്ചപ്പോൾ അവന് പറയേണ്ട, ഭൂമിയിൽ നിന്നെ അല്ലാതെ എനിക്ക് ഒന്നും വേണ്ട, നീ അല്ലാതെ എനിക്കൊന്നും വേണ്ട. ഒരു കാലത്ത് വേണ്ട വേണ്ട ലോക ഇൻപം ആയുഷ്കാലമാകവേ എന്ന് പാടിയവർ ഇന്ന് ചവറിൻ്റെ പുറകെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം പാടിയായിരുന്നു മണ്ണെ പ്രതി മാണിക്യം ഇടിയില്ല എന്ന്. എന്നാൽ ഇന്ന് മണ്ണ് മതി, ചവറ് മതി, ഈ ലോകത്തിൻ്റെ പേര് മതി, ഈ ലോകത്തിൻ്റെ സ്ഥാനം മതി, ഈ ലോകത്തിൻ്റെ സുഖം മതി. ലോകത്തിലെ സുഖലോലുവന്മാരായി പൊളച്ച് മതിക്കുന്ന അവസ്ഥയിൽ മാറിയിരിക്കുന്ന ആത്മീയ മണ്ഡലത്തെയും ഉദ്ദേശിച്ച് ഞാൻ പറയട്ടെ, ഭൂമിയിൽ ജീവിക്കുന്ന വിശ്വാസിക്ക് ദൈവത്തെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാൻ പറ്റില്ല. ദൈവം തരുന്നത് മതി. ഇടേതാവശ്യം ഒരിക്കൽ പാടി, അവൻ മതി, തൻ്റെ വൻകൃപ മതി, അന്ത്യത്തോളം കേൾക്കുവാൻ നിന്നു പതി. അവൻ മതി. സ്തോത്രം. എനിക്ക് നീക്കല്ലാതെ ഒന്നും വേണ്ട. ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചായിരുന്നല്ലോ, 27 സംഘത്തിലുണ്ടല്ലോ, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അതിനെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. 16 സങ്കീർത്തനത്തിൽ അവൻ പറഞ്ഞു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. നമുക്കത് പറയാമോ? നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല, നിന്റെ നീ തരുന്നത് മാത്രം മതി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ദൈവസനിൽ വന്നവൻ്റെ അല്ലെങ്കിൽ ആ 17 വാക്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇരുന്നവൻ്റെ അനുഭവമായി പറയുന്നു. അതുവരെ പരാതിയെങ്കിൽ, ജീവിതത്തിൽ വർഷവും പരാതിയെങ്കിൽ, പൊതിക്കെട്ടഴിക്കുന്നെങ്കിൽ പിന്നെ പറയുന്നു, ഇല്ലല്ല, എനിക്ക് സ്വർഗത്തിൽ ഒരാളുണ്ട്, നിന്നെ മാത്രം മതി. മാത്രമല്ല 26 വാക്യത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു, ക്ഷയിച്ചൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും. ദൈവം എൻ്റെ ഓഹരി, എൻ്റെ ഓഹരി, എൻ്റെ ദൈവം. എൻ്റെ ഹൃദയം ക്ഷയിച്ചാൽ ഹൃദയത്തിൻ്റെ ബലം അവിടെ അവനാണ്. ഇംഗ്ലീഷിൽ ഹൃദയത്തിൻ്റെ പാറ എന്നുള്ളതിന് ദ ലോർഡ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് മൈ ലൈഫ്. യഹോവ എൻ്റെ ഹൃദയത്തിൻ്റെ ബലം. നമുക്കത് പറയാനുണ്ടോ? സ്തോത്രം. വേഗം പറഞ്ഞ് നിർത്താം. മാത്രമല്ല അവനൊരു കാര്യം കൂടെ മനസ്സിലായി. 27 വാക്യത്തിൽ, നിന്നോട് അകന്നിരിക്കുന്നത് നശിച്ചു പോകും. കർത്താവേ, എനിക്ക് നിന്നോടകലണ്ട. നിന്നെ വിട്ട് പ്രസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ നശിപ്പിക്കും. വായിൽ കർത്താവിൻ്റെ പേരും ഹൃദയത്തിൽ ലോകസ്നേഹവുമായി നടക്കുന്ന എല്ലാവരും നഷ്ടപ്പെടും എന്ന 22 വാക്യം അവിടെ പറഞ്ഞ് ഞാൻ അവസാനിക്കുക. ദൈവത്തോട് അടുത്തിരിക്കുന്നതോ എനിക്ക് നല്ലത്. നോക്കണേ, 2 അനുഭവങ്ങൾ. 17 വാക്യം വരെ പരാതിയും പൊതിക്കെട്ടും പറഞ്ഞവൻ ഇപ്പോൾ പറയുന്നു, എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കണം. കർത്താവെ, ഒരിക്കലും നിന്നെ പിരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല അതേ വാക്യത്തിൽ തന്നെ കാണാം, ഇപ്പം എന്താ വർണ്ണിക്കണ്ടേ? നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോഴവന് പറയാൻ ചിലതുണ്ട്. നേരത്തെ എന്തുമാത്രം പൊതിക്കെട്ടഴിച്ചതാ പരാതിയുടെ. എന്നാൽ ആ ദൈവാസന ഇപ്പോൾ പറയുന്നു, എനിക്ക് വർണ്ണിക്കാനുണ്ട് സകല പ്രവൃത്തി, നിന്റെ സകല പ്രവൃത്തിയും, നീ ചെയ്തത്
നിന്റെ വൻ കാര്യങ്ങൾ, നിന്റെ മഹൽ പ്രവൃത്തികൾ, നിന്റെ കാര്യങ്ങൾ വർണ്ണിക്കാൻ അതിന് ഞാൻ കർത്താവിൻ്റെ സങ്കേതം, ഞാൻ നിന്നിലായിരിക്കുന്നു. നിന്നോട് കൂടുന്നു. നീണ്ട സങ്കേതം എന്ന് വരുമ്പോൾ ഒന്നിനകത്താകുമ്പോഴാണല്ലോ സങ്കേതം എന്ന് പറയാം. നിന്നെയാണ് സങ്കേതമാക്കി. അപ്പോൾ ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പ്രശ്നം എന്താണ്? ജീവിതത്തിൽ നിരാശപ്പെടുന്നോ? ജീവിതത്തിൽ അവിശ്വാസം വർദ്ധിക്കുന്നോ? ജീവിതത്തിൽ നാം ലോകത്തിന് പുറകെ പോകുന്നോ? എന്താണ് കാരണം? കർത്താവിൽ നോട്ടം മാറുന്നതുകൊണ്ട്. പിശാച് തന്ത്രപരമായി നമ്മളെ ശ്രദ്ധയെ മറ്റുള്ളവരിലേക്ക് മാറ്റുന്നതുകൊണ്ട് ലോകത്തിൻ്റെ നേട്ടത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസി തൻ്റെ ജീവിതത്തെ അളക്കരുത്. നോക്കണം, 17-ാം വാക്യത്തിൽ അവൻ ദൈവസ്ഥലിൽ വന്നപ്പോൾ എന്തു വലിയ മാറ്റം അവനുണ്ടായി. അവരുടെ അന്തവും മനസ്സിലായി, തൻ്റെ ഭാവിയും മനസ്സിലായി. അവരുടെ ഭാവി ശൂന്യതയിലേക്ക്, അഹങ്കാരികളുടെ ഭാവി, ദൈവത്തെ മറക്കുന്നവരുടെ ഭാവി, ദൈവത്തെ വിട്ട് പരസംഗം ചെയ്യുന്നവരുടെ ഭാവി എല്ലാം കൃത്യമായി അവന് മനസ്സിലായി. നാമും യഥാർത്ഥമായി കർത്താവിൽ നിന്ന് നോട്ടം മാറ്റാതിരുന്നാൽ, ദൈവകൃപയിലേക്ക് മടങ്ങി വന്നാൽ, ദൈവകൃപയിൽ ജീവിച്ചാൽ, ദൈവസന്നിധിയിൽ ആത്മീയമായി വിലയിരുത്തൽ ആരംഭിച്ചാൽ, കർത്താവിനെ തന്നെ നോക്കിയാൽ, അവനിൽ തന്നെ ആശ്രയിച്ചാൽ, ലോകത്തിനെ ഒന്നും നമുക്ക് വലുതല്ല. എല്ലാം വെറുതെ അല്ല പൗലോസ് പറഞ്ഞത്. അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചാവറം നിന്നു. ഇന്ന് വാരിക്കൂട്ടുകയല്ലേ. എനിക്ക് പണ്ട് നെയ്ത്തുകാരെ രീതി കണ്ടത്. അതിനെക്കുറിച്ച് ഒരു ചൊല്ലി ഇങ്ങനെ പറയും: എനിക്ക് ഭാര്യയ്ക്ക് മക്കൾക്ക്, എനിക്ക് ഭാര്യയ്ക്ക് മക്കൾക്ക്. അവര് നെയ്ത്തിൻ്റെ ഇങ്ങനെ അടിക്കുമ്പോൾ ഈ 3 ശബ്ദം കേൾക്കും. അത് 3 ശബ്ദം കേൾക്കും. ഒന്ന് എനിക്ക് ഭാര്യയ്ക്ക് മക്കൾക്ക്. എല്ലാം ഇങ്ങോട്ട് വാരിക്കൂട്ടുന്ന, നേട്ടം ഉണ്ടാക്കുന്ന വരെ നോക്കി നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടല്ലേ. കർത്താവിനെ ദൈവസ്ഥലിരുന്ന് ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു പറഞ്ഞിട്ട് മൃഗം പോലെ ഇരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടെങ്കിൽ, ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടാകുന്ന പരാതിയുടെ പൊത്തിക്കെട്ടണമെങ്കിൽ മടങ്ങി വരിക. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അപ്പോഴാണ് കാര്യം ഗ്രഹിച്ചത്. അപ്പോൾ നമുക്ക് വേണ്ടതാണ് കർത്താവിൻ്റെ പാദത്തിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിനെ ഒത്തിരിക്കുമ്പോഴാണ് കാര്യങ്ങളെ ശരിയായ കാഴ്ചപ്പാടിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോഴാണ് പിന്നെ എനിക്കൊന്നും വേണ്ട, ഒന്നും ലോകയിൻപം വേണ്ട, ലോകസുഖം വേണ്ട, ഒന്നും വേണ്ട, ലോകത്തിന് പേരും വേണ്ട. പണ്ടൊക്കെ മീൻചരത്തിനോട് ചേർന്ന് നാവും പാടുപാടും നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്ക് എന്തിനാ. ഇന്ന് രാഷ്ട്രീയക്കാരൻ്റെ തോളി കൈയിട്ട് ലോകത്തിൻ്റെ ധനവാന്മാരുടെ കൂട്ടത്തിൽ കൂടി ലോകത്ത് സ്വതം പട്ടണത്തിൻ്റെ വാതിലുകൾ ചെന്ന് പട്ടണത്തിലെ പ്രധാനികളോടുകൂടി ഇന്ന് അതുപോലെ തന്നെയല്ലേ ഇന്ന് കാണുന്നത്. അവൻ അവസാനം ഒഴിഞ്ഞ കൈയുമായി ഉടുതുണിക്ക് മറുപണിയില്ലാതെ ഓടേണ്ടി വന്ന് അറിയാമല്ലോ. ഇന്നതാരും ചിന്തിക്കുന്നില്ല. എന്നാൽ ദൈവസ്ഥലിൽ മടങ്ങി വന്ന് ദൈവത്തിൻ്റെ പാദത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഇപ്പോഴേ നിരാശപ്പെട്ടിന് വരത്തില്ല. ആസാമിന് ഇപ്പം നിരാശയില്ല. ആസാമിൻ്റെ മൃഗസ്വഭാവം മാറി, പോട്ടൻ്റെ സ്വഭാവം മാറി. എപ്പോഴാണെന്നറിയാമോ? ദൈവസ്ഥലിൽ വന്നപ്പോൾ. യഥാർത്ഥമായി കർത്താവിൻ്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ടിരുന്നാൽ, ഞാൻ ദൈവത്തിലാണെന്നും പറഞ്ഞ് എപ്പോഴും അവൻ്റെ മുൻപിൽ ഇരിക്കുന്നും പറഞ്ഞ് പൊട്ടനും പിറുപിറുക്കുന്നവനും ഭാരപ്പെടുന്നവനും എണ്ണിപ്പൊറുക്കുന്നവനുമായിട്ട് നമ്മുടെ ജീവിതം മാറാനുള്ളതല്ല. പിന്നെയോ സത്യം ഗ്രഹിച്ച് അവൻ്റെ പാദത്തിലിരുന്ന ആത്മീയ ദൈവത്തിൻ്റെ ഉദ്ദേശം ഗ്രഹിച്ച് നമ്മുടെ ഭാവി എന്തെന്ന് നാം ഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും പുഞ്ചിരി തോന്നും. കഷ്ടങ്ങളിലും ഒന്നിലും നാം നിരാശപ്പെടത്തില്ല. രോഗം വരട്ടെ, ഭാരം വരട്ടെ, പ്രശ്നം വരട്ടെ, വേദന വരട്ടെ, എന്തും വരട്ടെ, ഒന്നിലും നമുക്ക് ഭാരപ്പെടാനില്ല. കാരണം ഞാൻ ഇരിക്കുന്ന എവിടാണ്? എന്നെ വലം കൈക്ക് പിടിക്കാൻ സാധാരണക്കാരൻ ഒരിക്കലും മാറാത്തവൻ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. അവനാണ് എൻ്റെ ആലോചന കർത്താവ്. അവനിക്ക് ആലോചന പറഞ്ഞാൽ അവൻ്റെ ആലോചന ഒരിക്കലും വൃഥാവാകത്തില്ല. ദാവീദിനോട് 32 സംഗീതത്തിലുണ്ടല്ലോ, നിന്റെ ആലോചന ഞാൻ നിന്നെ ഉപദേശിച്ച നടക്കേണ്ടത് അവനെ നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച നിനക്ക് ആലോചന പറഞ്ഞു തരും.
പ്രിയമുള്ളവരെ, എത്ര ഭാഗ്യം! അവൻ്റെ ആലോചന കിട്ടുന്നെങ്കിൽ ഈ ലോകത്തിലെ മറ്റെന്ത് നമുക്ക് വേണം. മാത്രമല്ല, ആലോചന നടത്തിയത് മാത്രമല്ല, എനിക്കൊരു മഹത്വത്തിലെത്തുന്നവർ, തേജസ്സിലെത്തുന്നവരെ നീ എന്നെ നടത്തും. എനിക്കിനി ഭൂമിയിൽ ഒന്നും ആഗ്രഹിക്കാനില്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല, കർത്താവിനെ മാത്രം. ലോകത്തിൽ ജീവിക്കുന്ന ആൾ, കർത്താവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഒരു പഴയ നിയമ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു എങ്കിൽ പുതിയ നിയമകാലത്ത് ജീവിച്ചിരിക്കുന്ന എത്രയധികം പറയാം. ഈ വെളിപ്പാട് നാം പ്രാപിച്ചിട്ടുള്ളൂ. ഹൃദയം മാംസം ക്ഷയിക്കട്ടെ, പക്ഷേ ദൈവന്റെ ഹൃദയത്തിന്റെ പറയാണ്, എൻ്റെ ഓടിയാണ്, എല്ലാം പോകട്ടെ, എന്നാലും എൻ്റെ ദൈവം എനിക്കുണ്ടോ എന്ന് പറയുവാൻ നമുക്ക് കഴിയും. മാത്രമല്ല, ഇനി എന്ത് വന്നാലും എനിക്ക് ഏറ്റവും നല്ലത് എൻ്റെ ദൈവത്തോടത്തിരിക്കുന്നത്. മാത്രമല്ല, അവൻ്റെ പ്രവൃത്തികളെ എനിക്ക് വർണ്ണിക്കണം. എൻ്റെ കർത്താവ് ചെയ്ത് എനിക്കറിയിക്കണം, അവനെ ഘോഷിക്കണം, അവൻ്റെ നാം മൊത്തപ്പെടണം. ഈ നാളുകൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ആ സാബിൻ്റെ പ്രശ്നം എപ്പോഴാണ് തീർന്നത്? ഒടുവിൽ ദൈവത്തേക്ക് മടങ്ങി വന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു. അവൻ്റെ നോട്ടം മാറ്റി, മറ്റുള്ളവരിലേക്കുള്ള നോട്ടവും ലോകത്തിലേക്കുള്ള നോട്ടവും മാറ്റി. നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അതാണ്. കർത്താവിൻ്റെ മൂത്തയെ കണ്ണുയർത്താം എങ്കിൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരില്ല. കർത്താവ് നമ്മെ ജയത്തോടെ നടത്തും, അന്ത്യത്തോളം നടത്തും, ഒരിക്കലും മാറില്ല. അവനെ ഓഹരിയാക്കി, അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിച്ച്, അവൻ്റെ സന്നിധിയിൽ വസിച്ച് മഹത്വത്തിലേക്കുള്ള യാത്രയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല, ദൈവസ്ഥൽ മടങ്ങി വന്ന യഥാസ്ഥാനപ്പെട്ട, ശരിക്കും പറഞ്ഞ യഥാസ്ഥാനപ്പെട്ട, ദൈവികമായ വെളിച്ചം പ്രാപിച്ച് ദൈവയിൽ ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ നിങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഭക്തനായ ആസാഫിൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവെ, ഞങ്ങൾക്കും ചില പാഠങ്ങൾ പഠിക്കുവാൻ അവിടുന്ന് അവസരം തന്നതിനായി സ്തോത്രം. അവൻ്റെ ജീവിതത്തെ എന്ത് ബാധിച്ചിരുന്നു എന്ന് കർത്താവെ, അവൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം എന്തെന്ന് അവൻ തന്നെ കണ്ടെത്തി അങ്ങയുടെ സന്നിധിയിൽ വന്ന് അങ്ങയുടെ പാദത്തിലിരുന്ന് പ്രശ്നത്തേക്ക് തിരിച്ചതുപോലെ ദൈവസ്ഥലിൽ വന്ന് ദൈവഹിതം മനസ്സിലാക്കി, ഞങ്ങളുടെ ഭാവി മനസ്സിലാക്കി, യഥാസ്ഥാനപ്പെട്ട് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിപ്പാൻ സഹായിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ആഗ്രഹിച്ച്, അങ്ങയുടെ ആലോചന ആഗ്രഹിച്ച്, അങ്ങയുടെ സന്നിധിയിൽ തന്നെ വസിച്ച് ലോകത്തിൻ്റെ മോഹങ്ങളുടെ പുറകെ പോകാതെ ദേശത്തിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അന്നെ ശ്രവിക്കുന്ന എല്ലാവരോടും ദൈവാത്മാവിടവണമേ. പ്രധാനമായതെന്തെന്ന്, സ്ഥിരമായതെന്തെന്ന്, ശാശ്വതമായതെന്തെന്ന് മനസ്സിലാക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. കർത്താവായ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ, അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.